എങ്ങനെ നമുക്ക് ഇതിനെ നിരീക്ഷിക്കാൻ സാധിക്കും? എനിക്ക് തോന്നുന്ന വി.ഡി. സതീശന്റെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, കപ്പിനും ചുണ്ടിനുമിടയിൽ പല പ്രാവശ്യം അവസരങ്ങൾ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് താൻ, അതുകൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെട്ടാലും തനിക്ക് ഇപ്പോൾ അതൊരു പ്രശ്നമല്ല എന്ന്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നിന്നും അങ്ങനെ കടന്നു വന്ന ഒരു ജീവിതത്തിൽ നിന്നും ഇന്ന് വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഇപ്രാവശ്യം കപ്പിനും ചുണ്ടിനുമിടയ്ക്ക് അദ്ദേഹത്തിന് ആ അധികാരം നഷ്ടപ്പെട്ടില്ല, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വലിയ വാർത്തയാണ് ഈ നിമിഷങ്ങളിൽ വരുന്നത്. ഇത്രയും ദിവസം ഉദ്യോഗത്തിന്റെ വലിയ മുൾമുനയിലായിരുന്നു കേരളം മുഴുവൻ. ആര് ഭരിക്കും? കാരണം വലിയ ഭരണസ്തംഭനമായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, ഒരുപാട് കാര്യങ്ങൾ തീർപ്പാക്കാനുണ്ടായിരുന്നു. അങ്ങനെ വലിയ ഒരു സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് കേരളം മുഴുവൻ. ഇപ്പോൾ ആര് മുഖ്യമന്ത്രിയാകും, ഭരണത്തിലേക്ക് ആരെത്തും എന്നുള്ള കാര്യത്തിലേക്ക് ഒരുപാട് ആകാംക്ഷയോടെ നോക്കിയിരുന്നു. ഇപ്പൊ അതിനെല്ലാം വിരാമമായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്രാവശ്യം ആ അവസരങ്ങളൊന്നും നഷ്ടപ്പെടാതെ 5 പ്രാവശ്യം പറവൂർ മണ്ഡലത്തിൽ നിന്നും MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന് വി.ഡി. സതീശൻ ഇപ്പോൾ കേരളത്തെ മുഴുവൻ നയിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് എത്തി. അദ്ദേഹം പ്രവചിച്ചു 100-ന് മുകളിൽ സീറ്റ് നേടുമെന്ന്. UDF-ന്റെ മിക്ക മന്ത്രിമാരും പുറത്ത്, LDF-ന്റെ മിക്ക മന്ത്രിമാരും തോൽക്കുമെന്നെല്ലാം അദ്ദേഹം പ്രവചിച്ചു. അദ്ദേഹത്തിന്റെ പ്രവചനമെല്ലാം കറക്റ്റായി. എന്ന് വെച്ചാൽ അണികളിൽ അത്രത്തോളം സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കേരളത്തിന്റെ ഏറ്റവും അടിസ്ഥാന തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അദ്ദേഹത്തിന് രാഷ്ട്രീയം ഏത് രീതിയിലാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്, ആരെയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ എണ്ണയിട്ട യന്ത്രം പോലെ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ആ പ്രവചനം നടത്തിയ. ആ പ്രവചനത്തിന്റെ അവസാനം അദ്ദേഹത്തിന് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ശക്തരായ എതിരാളികളായിരുന്നു അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്നു. കെ സി വേണുഗോപാൽ, കോൺഗ്രസിനെ അടിമുടി നിയന്ത്രിക്കുന്ന മനുഷ്യനാണ് കെ സി വേണുഗോപാൽ. വി.ഡി. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഏറ്റവും സീനിയർ ആയിട്ടുള്ള, എല്ലാ തലത്തിലും പാർട്ടിയിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു. അങ്ങനെയുള്ള വടവൃക്ഷങ്ങളെ കടപുഴക്കി വീഴ്ത്തിക്കൊണ്ടാണ് വി.ഡി. സതീശൻ കേരളത്തിന്റെ കോൺഗ്രസിന്റെ 5ാമത് മുഖ്യമന്ത്രിയായി ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ വലിയ ഒരു കാര്യമാണ്, ഒരു വലിയ ചരിത്രമാണ്. അത് ചരിത്ര പുസ്തകങ്ങളിൽ വലിയ രീതിയിൽ എഴുതപ്പെടാൻ സാധ്യതയുള്ള ഒരു പോരാട്ടമാണ് വി.ഡി. സതീശന്റേത്. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളുടെ അവസാനം അദ്ദേഹത്തിന് അർഹിച്ച ഒരു സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ മറ്റൊരു കാര്യം, ഇനി വലിയ ചർച്ചകൾ ഇതിനോടനുബന്ധിച്ച് നടക്കാനുണ്ട്. കാരണം ലീഗിന്റെ സമ്മർദ്ദം മാത്രമാണോ കോൺഗ്രസിനെ ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചത് എന്നടക്കമുള്ള ഒരുപാട് ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പോലും വി.ഡി. സതീശൻ എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഇത്രയും നാളും ഉണ്ടാക്കിയ കഷ്ടപ്പാടുകളുടെ എല്ലാം പ്രതിഫലം എന്നവണ്ണം അദ്ദേഹത്തിന് ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിലേക്ക്, അതും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ 5 വർഷവും ഭരിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടെ അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ജോർജ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കേരളത്തിന് ആശ്വസിക്കാൻ വക ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.